നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളമിലേക്ക് സ്വാഗതം. ഇപ്പോൾ കേരളത്തിലെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ വലിയൊരു ചർച്ചയാണ് നടക്കുന്നത്. വയോജന പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, കർഷക പെൻഷൻ തുടങ്ങി വിവിധ സാമൂഹിക ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്കിടയിൽ ഇപ്പോൾ ഒരേ ഒരു ചോദ്യം മാത്രം: പെൻഷൻ തുക 2000 രൂപയിൽ നിന്ന് 3000 രൂപയായി ഉയർത്തുമോ? ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ പല തരത്തിലുള്ള വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. ചിലർ പറയുന്നു സർക്കാർ ഇതിനായി പുതിയ പ്രഖ്യാപനം നടത്താൻ സാധ്യതയുണ്ട് എന്നും, ചിലർ പറയുന്നു ഇത് ചർച്ചാ ഘട്ടത്തിലാണെന്നും. എന്നാൽ യാഥാർത്ഥ്യം എന്താണെന്ന് വ്യക്തമാക്കുന്നത് വളരെ പ്രധാനമാണ്. ഇപ്പോഴത്തെ ഔദ്യോഗിക നിലപാട് അനുസരിച്ച് ക്ഷേമ പെൻഷൻ തുകയിൽ വർധനവിനെക്കുറിച്ച് വ്യക്തമായ സർക്കാർ പ്രഖ്യാപനം വന്നിട്ടില്ല. പക്ഷേ സാമ്പത്തിക വർഷത്തെ ബജറ്റ് ചർച്ചകളിലും സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ പരീക്ഷണ സാധ്യതകളെക്കുറിച്ചും പെൻഷൻ വർധനവിൻ്റെ ആവശ്യം നിരന്തരം ഉയരുന്നുണ്ട്. അതായത് ഇത് നടന്നു കഴിഞ്ഞ തീരുമാനം അല്ല, പക്ഷേ ചർച്ചയിലുള്ള സാധ്യത മാത്രമാണ്. ജൂൺ 30 ഡെഡ് ലൈൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് കൂടെയുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒരു കാര്യം കൂടെ ഉണ്ട്. ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന പല ഗുണഭോക്താക്കളും ശ്രദ്ധിക്കേണ്ട ഒരു നിർദ്ദേശം സർക്കാർ തലത്തിൽ തുടർച്ചയായി നൽകുന്നുണ്ട്. അർഹത ഉറപ്പാക്കുന്നതിനുള്ള രേഖകൾ സമയത്ത് സമർപ്പിക്കുക. ബാങ്ക് അക്കൗണ്ട്, ആധാർ, ലൈഫ് സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്യുക. ഇവയെല്ലാം സമയത്ത് പൂർത്തിയാക്കാത്ത പക്ഷം ചിലർക്കെങ്കിലും പെൻഷൻ താൽക്കാലികമായി തടയപ്പെടാൻ സാധ്യത ഉണ്ടാകാം. പ്രധാനമായും പറയപ്പെടുന്ന അവസാന തീയതി ജൂൺ 30 എന്നതാണ്. ഈ തീയതിക്ക് മുൻപ് ചെയ്യേണ്ട 4 കാര്യങ്ങളുണ്ട്. ലൈഫ് സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്യുക, ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യുക, ബാങ്ക് അക്കൗണ്ട് പ്രവർത്തനക്ഷമമാണോ എന്ന് പരിശോധിക്കുക, വിലാസം, വ്യക്തിഗത വിവരങ്ങൾ ശരിയാണോ എന്ന് ഉറപ്പാക്കുക. ഇവയിൽ ഏതെങ്കിലും ഒന്നിന് പിഴവുണ്ടായാൽ പെൻഷൻ വരവ് തടസ്സപ്പെടാൻ സാധ്യത ഉറപ്പാണ്. ഇപ്പോൾ പല ഗുണഭോക്താക്കൾക്കും ഒരു ചോദ്യം ഉയരുന്നുണ്ട്: ഞങ്ങൾ വർഷങ്ങളായി പെൻഷൻ വാങ്ങുന്നു, ഇപ്പോൾ എന്തിന് വീണ്ടും രേഖകൾ? ഇവിടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് അർഹരായവർക്ക് മാത്രം സഹായം എത്തിക്കുക എന്നതാണ്. പലപ്പോഴും ബാങ്ക് വിവരങ്ങൾ മാറ്റം വരാം, ജീവനുള്ളവരുടെ രേഖകൾ അപ്ഡേറ്റ് ആവാതെ പോവാം, അല്ലെങ്കിൽ ഡാറ്റ മിസ്മാച്ച് ആവാം. ഇതെല്ലാം ഒഴിവാക്കാനാണ് ഇപ്പോഴത്തെ പരിശോധന നടപടികൾ. പെൻഷൻ വർധനവിന്റെ സാധ്യത നമ്മൾക്കൊന്നുകൂടെ ചർച്ച ചെയ്യാം. ഇപ്പോൾ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ ഒരു പ്രധാന ചർച്ച ജീവിത ചെലവ് വർദ്ധിച്ചു, മരുന്ന് ചെലവ് കൂടുന്നു, വയോജനങ്ങളുടെ വരുമാനം കുറവാണ്. ഇവയെ അടിസ്ഥാനമാക്കി ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം പല സംഘടനകളും ഉയർത്തുന്നുണ്ട്. ചില റിപ്പോർട്ടുകൾ പ്രകാരം പറയുന്നത് ഭാവിയിൽ പെൻഷൻ 3000 രൂപ വരെ ഉയരാനുള്ള സാധ്യത ചർച്ചയിലാണ് എന്നാണ്. പക്ഷേ ഇതിന് സർക്കാർ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നത് വരെ ഇത് സ്ഥിരീകരിക്കപ്പെട്ട വിവരം അല്ല. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ പെൻഷൻ വാങ്ങുന്ന ആളാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ബാങ്ക് അക്കൗണ്ട് ഇന്നാക്റ്റീവ് ആകരുത്, ആധാർ ബാങ്കുമായി ബന്ധിപ്പിച്ചിരിക്കണം, ലൈഫ് സർട്ടിഫിക്കറ്റ് സമയത്ത് നൽകണം, സർക്കാർ ഓഫീസിൽ നിന്ന് വരുന്ന അറിയിപ്പുകൾ ശ്രദ്ധിക്കണം. ഇവ ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നാം, പക്ഷേ പെൻഷൻ തുടർച്ചയായി ലഭിക്കാൻ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ചില തെറ്റായ വാർത്താ മുന്നറിയിപ്പുകളുണ്ട്. സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ഇന്ന് തന്നെ 3000 രൂപ അനുവദിച്ചു, പെൻഷൻ ഇരട്ടിയായി, എല്ലാവർക്കും അധിക തുക ഉടൻ കിട്ടും. ഇവയിൽ പലതും സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ്. അതുകൊണ്ട് ഔദ്യോഗിക സർക്കാർ അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കുക. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാക്കുന്നു: ക്ഷേമ പെൻഷൻ വർധനവിനെ കുറിച്ച് പ്രതീക്ഷകളും ചർച്ചകളും ഉണ്ടെങ്കിലും
ഇപ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ രേഖകൾ ശരിയാണോ എന്നതാണ്. ജൂൺ 30-ന് മുൻപ് ആവശ്യമായ രേഖകൾ അപ്ഡേറ്റ് ചെയ്യാത്ത പക്ഷം പെൻഷൻ തടസ്സപ്പെടാൻ സാധ്യത ഉണ്ടെന്ന് ഓർക്കുക. ഇത്തരം പുതിയ ക്ഷേമ പെൻഷൻ അപ്ഡേറ്റുകൾ, സർക്കാർ പദ്ധതികൾ, റേഷൻ വാർത്തകൾ, PM കിസാൻ വാർത്തകൾ, അങ്ങനെ ഒരുപാട് സർക്കാർ പദ്ധതികളുടെ സ്കീമുകളുടെ അറിയിപ്പുകൾ എല്ലാം നമ്മുടെ ചാനലിലുണ്ടാവും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. കാരണം ഓരോ അപ്ഡേറ്റുകളും നിങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്നതാണ്. നിങ്ങളുടെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.